It was at this moment he knew. He fucked up. ഹേ ബ്യൂട്ടിഫുൾ സോൾസ്. അപ്പോൾ നമ്മൾ ഇന്ന് തലശ്ശേരി ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 2 ഗ്ലാസ് ജീരകശാല അരിയാണ് എടുത്തേക്കുന്നത്. അതിനകത്ത് പട്ട, ഗ്രാമ്പൂ അങ്ങനത്തെ സാധനമൊക്കെ വെച്ചിട്ട് വേവിച്ച് എടുത്ത് വെച്ചേക്കുവാണ്. ഉപ്പും കൂടെ ഇട്ട് ആവശ്യത്തിന്. ഇച്ചിരി അളവ് ഉപ്പിൻ്റെ കൂടണം എന്ന് വെച്ചാൽ നമ്മൾ മസാല എല്ലാം കൂടെ പറ്റുമ്പോഴത്തേക്ക് ലാസ്റ്റ് അരിയുടെ ഉപ്പ് ഇച്ചിരി കൂടി നിൽക്കണം. പിന്നെ ഞാൻ എടുത്തേക്കുന്ന മല്ലിയിലയും പുതിനയിലയും പിന്നെ 4 ടൊമാറ്റോ പിന്നെ 5 ബിഗ് ഓണിയൻ അല്ലെങ്കിൽ സവാള എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് നൈസായിട്ട് കട്ട് ചെയ്ത് ഇത് തന്നെയാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ചിക്കൻ്റെ ഗ്രേവിക്ക് യൂസ് ചെയ്യുന്നത്, മസാലയ്ക്ക്. ഇപ്പോൾ ചിക്കൻ ഞാൻ എടുത്തേക്കുന്ന ഒരു 1/2 കിലോ മാത്രമേ കാണത്തുള്ളൂ എന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ 1.5 കിലോ വാങ്ങിച്ചതിൽ കുറച്ച് യൂസ് ചെയ്ത് ബാക്കി വന്നതിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഈ ചിക്കൻ ഓൾറെഡി ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മുളക് പൊടി, മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാലയും കൂടെ ഇട്ടിട്ട് ഇപ്പം ഞാൻ തൈര് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് നേരം അത് ഫ്രീസറിൽ വെച്ചുകൊണ്ട് ഇച്ചിരി ഒന്ന് കൂൾ ഡൗൺ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ചിക്കൻ്റെ ഗ്രേവിക്ക് അല്ലെങ്കിൽ മസാലയ്ക്ക് വേണ്ടി നമുക്ക് സെപ്പറേറ്റ് ഒരു കുറച്ച് ജിഞ്ചർ പിന്നെ 2 കുടം വെളുത്തുള്ളി, ഒരു 4-5 മുളകും എടുത്തിട്ടുണ്ട്. എരിവ് അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം മുളക്. അടുത്തത് ഓയിൽ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത് മറ്റേ നമ്മുടെ ഉള്ളി വറക്കാൻ വേണ്ടിയാണ്. ഉള്ളിയിൽ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം, എന്നാലേ നല്ല മൂത്ത് പെട്ടെന്ന് വറുത്ത് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഞാൻ അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് നിങ്ങളെടുത്ത് ചെയ്യുക. ബിക്കോസ് ഞാൻ ഇത് 2 റൗണ്ടായിട്ട് തീർക്കാനാണ് നോക്കിയത്. പക്ഷെ അപ്പോൾ കുറേ സമയമെടുത്ത് ഈ പരുവാകുമ്പോഴത്തേക്ക് ഒരു ഗോൾഡനിഷ് ബ്രൗൺ ആവാത്ത സമയം എടുക്കുക, അല്ലെങ്കിൽ ഭയങ്കര കരിഞ്ഞു പോവും, ടേസ്റ്റും വ്യത്യാസമായിരിക്കും. ഈ പരുവത്തിൽ അങ്ങനെ എടുത്ത് മാറ്റി വയ്ക്കുക. അതേപോലെ ഞാൻ ബാക്കിയും കൂടെ അടുത്ത റൗണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഉള്ളി നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ഫുള്ള് എടുക്കല്ലേ, ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ഫ്രൈ ചെയ്യാനും കുറച്ച് ഗ്രേവിക്കും കൂടെയാണ് എടുത്തേക്കുന്നത്, മസാലയ്ക്കും കൂടെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു 3-4 ടേബിൾ സ്പൂൺ ഓഫ് ഗീ ആണ്, നമ്മുടെ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ സാധാ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചെടുക്കുക. പിന്നെ ബാക്കി വെച്ച ആ സവാള എടുത്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അത് സവാള ഒന്ന് മൂത്ത് വരാൻ വേണ്ടി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്, അല്ലാതെ മസാലയ്ക്കുള്ള ഉപ്പല്ല ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിലോട്ട് അരച്ച് വെച്ചിരുന്ന ജിഞ്ചർ ഗാർലിക്കും പച്ചമുളകും കൂടെ ഉള്ള പേസ്റ്റ് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് അതിന് മണം ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി കുറച്ച് തിന്നായിട്ട് കട്ട് ചെയ്യാൻ നോക്കിയാൽ പെട്ടെന്ന് വാടി വരും. അപ്പം അതിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ചിക്കൻ മാരിനേറ്റ് ആദ്യം ചെയ്ത് വെച്ചിരുന്നില്ലേ, അതങ്ങ് ഇട്ട് കൊടുക്കാം. എൻ്റെ ഈ ചിക്കൻ എന്ന് കട്ടിയായിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫ്രീസറിൽ നിന്ന് ഞാൻ ആദ്യമേ എടുത്തു വെച്ചില്ല, ലാസ്റ്റ് മൊമെൻറ്റിലാണ് എടുത്തു വെച്ചത്. അപ്പം അത് ഇങ്ങനെ കട്ടി പോലെ തന്നെ ഇരിക്കുമായിരുന്നു. പക്ഷേ ഈ ചൂട് കൊള്ളുമ്പോഴത്തേക്ക് അത് അകന്നകന്ന് പോയിക്കോളും. അതുകൊണ്ട് കുറച്ച് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് അകന്ന് വരുമ്പോഴത്തേക്ക് മസാലപ്പൊടികൾ ആവശ്യമുള്ളത് ഇട്ട് കൊടുക്കുക. ഞാൻ ഇതിൽ മഞ്ഞൾപ്പൊടി കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നത്, റെഡ് കളറാണ് കൂടുതൽ നിൽക്കുന്നത്. നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടുതലായാലും പ്രശ്നമില്ല. പിന്നെ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുക ആവശ്യത്തിന്. വേണമെങ്കിൽ ഉപ്പും കൂടെ ഇട്ടിട്ട് അടിച്ചു വയ്ക്കുക. ഞാനിപ്പോൾ ഉപ്പ് ലാസ്റ്റാണ് ഇട്ടത്. എന്നിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞ് വെച്ചിരുന്നില്ലേ, അതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ വഴട്ടിയിട്ട് ഇത് വേവിക്കാൻ അടച്ചു വയ്ക്കണം. നല്ലപോലെ വെന്ത് ഇപ്പം വരുമ്പോഴത്തേക്ക് കുറച്ച് വേണമെങ്കിൽ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഉപ്പുണ്ടോ എല്ലാം നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം, ഗരം മസാല ഇടാം. എല്ലാം കൂടി നിൽക്കണം. ബിരിയാണിക്ക് അതാണ് ഏറ്റവും ആവശ്യമുള്ള കാര്യം. എല്ലാ സാധനവും കൂടി നിൽക്കണം. ഉപ്പായാലും എരിവായാലും ഗരം മസാല ആയാലും എല്ലാം. എന്നിട്ട് ഇതിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ഉള്ളിയാണെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൽ മുകളിൽ ചോറിട്ട് കൊടുക്കുക, നമ്മൾ വേവിച്ച് വെച്ചിരുന്നത്.
എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ഇപ്പം നെയ്യാണ് ഒഴിക്കുന്നത്. നെയ്യ് ആവശ്യത്തിന് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഇടുക. ഇവിടെ എല്ലാവർക്കും നെയ്യ് ഇഷ്ടമാണോ, ഞാൻ ധാരാളം നെയ്യ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ ലെയർ ഇതുപോലെ ഉള്ളി നമ്മൾ ഫ്രൈ ചെയ്തത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്ത ലെയർ ചോറ് ഇട്ട് കൊടുക്കുന്നു, പിന്നെയും ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഗാർണിഷ് മല്ലിയില എല്ലാം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇവിടെ സിമ്പിളല്ലേ? അപ്പോൾ ഗൈസ്, നമുക്ക് ഈ ബിരിയാണി നമുക്ക് ദമ്മായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ലിഡ് വെച്ച് അടയ്ക്കത്തില്ലേ, ലാസ്റ്റ് ലിഡ് വെച്ച് അടയ്ക്കുമ്പോഴത്തേക്ക് കുറച്ച് നേരം ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുറച്ച് കനൽ മുകളിൽ വെച്ചിട്ട് വെയിറ്റും കൂടെ എടുത്ത് ലിഡിന് മുകളിൽ വെച്ചാൽ നമ്മുടെ ദം ബിരിയാണി സെറ്റാവും. അല്ല, ലോ ഫ്ലെയിമിൽ വെക്കണം, ഇല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടൊക്കെ വെറുതെ ആവും, വെള്ളത്തിലാവും. അതുകൊണ്ട് ഒരു 5 to 10 മിനിറ്റ്സ് മാത്രം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യാം. ശരിക്കും നമ്മൾ നേരത്തെ കൂട്ടി തലേദിവസം വല്ലതും സമയം കിട്ടുമ്പോഴത്തേക്ക് അരിഞ്ഞൊക്കെ വെച്ചാൽ ബിരിയാണി ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം സിമ്പിളായിട്ടുള്ള റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് സെക്ഷനിൽ വന്ന് അറിയിക്കും വേണം. ഓൾസോ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ഗായ്സ്.